കൊച്ചിയിലേക്ക് പോകുന്നു. JSK സിനിമയുടെ പേര് മാറ്റും. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരാക്കും. സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി നിർമ്മാതാക്കൾ അറിയിച്ചു. ചിത്രത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് സമർപ്പിക്കുന്ന മുറയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. കീം റാങ്ക് പട്ടിക ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് റദ്ദാക്കി എന്നതും പ്രധാന വാർത്തയായ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും ആ സിനിമാ വിവാദം, പേര് വിവാദം അത് കെട്ടടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കീം ആ റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി. എന്തായാലും ഉടനെ തന്നെ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. നാളെ തന്നെ ഡിവിഷൻ ബെഞ്ച് അത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ രേഷ്മ. അനിൽ നമ്പ്യാർ, JSK സിനിമയുടെ പേരുമാറ്റത്തിന് തങ്ങൾ അനുകൂലമാണെന്നുള്ള നിലപാടായിരുന്നു നിർമ്മാതാക്കൾ ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. അതുപ്രകാരം JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേരായിരിക്കും ഇനി ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ചിത്രത്തിലെ കോടതി രംഗങ്ങളിൽ 2 ഈ ജാനകി എന്നുള്ള പേര് അത് മ്യൂട്ട് ചെയ്യുമെന്നും നിർമ്മാതാക്കൾ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഇതനുസരിച്ചുകൊണ്ട് ഇവരുടെ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. അതായത് പുതിയ പരിഷ്കരിച്ച പതിപ്പ് നിർമ്മാതാക്കൾ സെൻസർ ബോർഡിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ പ്രദർശനാനുമതി നൽകണമെന്നുള്ള നിർദ്ദേശമാണ് സെൻസർ ബോർഡിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയിട്ടുള്ളത്. ഇന്ന് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഹൈക്കോടതിയിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. സെൻസർ ബോർഡ് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ 96 വെട്ടി ചിത്രത്തിന് വേണമെന്നുള്ള ഒരു കർശന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സെൻസർ ബോർഡ്. പക്ഷേ പിന്നീട് പറഞ്ഞത് 2 നിർദ്ദേശങ്ങൾ, അതായത് ഒന്ന് ഈ സിനിമയുടെ ടൈറ്റിൽ പേര് മാറ്റണം, അതോടൊപ്പം തന്നെ കോടതി രംഗങ്ങളിൽ ചിലത് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ്, അതിൽ ജാനകി എന്നുള്ള പേര് വരുന്ന ഭാഗം മ്യൂട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു. ഇത് പിന്നീട് ഈ 2 നിർദ്ദേശങ്ങളും നിർമ്മാതാക്കൾ അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ സെൻസർ ബോർഡ് പറഞ്ഞത് പ്രധാനമായിട്ടും ഈ പേര് മാറ്റാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതര മതസ്ഥനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഈ ചിത്രത്തിലെ കഥാപാത്രമായിട്ടുള്ള ജാനകിയെ ക്രോസ് വിസ്താരം നടത്തുന്നത്. ആ ക്രോസ് വിസ്താരത്തിനിടെ ചില അശ്ലീലകരമായിട്ടുള്ള പദപ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അത് മതസ്പർദ്ധ ഉണ്ടാക്കും, ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കും, മാത്രമല്ല മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. ഇതടക്കമുള്ള കാരണങ്ങളായിരുന്നു സത്യവാങ്മൂലത്തിലൂടെ സെൻസർ ബോർഡ് വ്യക്തമാക്കിയത്. എന്തായാലും സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച 2 നിർദ്ദേശങ്ങളും നിർമ്മാതാക്കൾ അംഗീകരിക്കുകയും അത് ഹൈക്കോടതി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിഷ്കരിച്ച പതിപ്പ് സമർപ്പിക്കുന്ന മുറയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകണമെന്നുള്ള നിർദ്ദേശം ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. അതായിരുന്നു കൊച്ചിയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വാർത്ത. മറ്റൊന്ന് ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് ഒരു വാർത്ത വന്നത്. കീമിന്റെ റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സുപ്രധാന ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതായത് സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായിട്ടുള്ള കീമിന്റെ റാങ്ക് പട്ടിക പുനഃപ്രസിദ്ധീകരിക്കാനായിരുന്നു ജസ്റ്റിസ് DK സിംഗിന്റെ ബെഞ്ച് ഉത്തരവിട്ടത്. ഈ നിലവിൽ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള ഈ മാർക്ക് ഏകീകരണ രീതി അത് റദ്ദാക്കുകയും അതോടുകൂടി ഈ പറയുന്ന റാങ്ക് പട്ടിക അപ്പാടെ റദ്ദാവുകയും ചെയ്തു. എന്തായാലും ഇതിനെതിരെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ ഇന്ന് തന്നെ അപ്പീൽ നൽകിയിട്ടുണ്ട്. നാളെ ഇത് ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ വലിയ രീതിയിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഈ CBSE വിദ്യാർത്ഥികളും സംസ്ഥാന സിലബസിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ അസമത്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ രീതിയിൽ മാർക്ക് ഏകീകരണ ഫോർമുല കൊണ്ടുവന്നതെന്നുള്ള ഒരു വാദഗതിയാണ് അപ്പീലിൽ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. ഇന്ന് സിംഗിൾ ബെഞ്ച് ഈ ഒരു റാങ്ക് പട്ടിക റദ്ദാക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ പുനഃക്രമീകരിക്കാനായിട്ട് ഉത്തരവിട്ടതിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ ഒരു ഏകീകരണ ഫോർമുല മാർക്ക് ഏകീകരണ രീതി കൊണ്ടുവന്നത് 1 മണിക്കൂർ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ടും പഴയ രീതി പിന്തുടരുന്നുണ്ട്. അതുമാത്രമല്ല വിദഗ്ധ സമിതി പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ പുതിയ രീതിയിൽ പുതിയ മാർക്ക് ഏകീകരണ സമ്പ്രദായം കൊണ്ടുവരണമെന്ന്. പക്ഷേ അതൊന്നും തന്നെ നേരത്തെ അത് നടപ്പിലാക്കാതെ പെട്ടെന്ന് 1 മണിക്കൂർ മുൻപ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ. എന്തായാലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള വാദഗതികൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കും. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകം.